ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാക്കാമാര് പല രൂപത്തിലുള്ള വിചിത്ര വിവാദ പ്രസ്താവനകളുമായി വരാറുണ്ട്. താൻ എന്താണ് പറയുന്നത് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ നബിദിനം പറ്റും, ചെറിയ പെരുന്നാൾ പറ്റും, വലിയ പെരുന്നാൾ പറ്റും, ഉറൂസുകൾ പറ്റും, പള്ളികളിൽ ഒരുപാട് ഉത്സവങ്ങൾ, ഇതെല്ലാം കെങ്കേമമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്താം, ഒരു കുഴപ്പമില്ല. കാരണം ഇത് മതേതര രാജ്യമാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും സർവോപരി അന്ധവിശ്വാസങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കാൻ ഈ രാജ്യത്ത് യഥേഷ്ടം സാധിക്കണം. അതവർക്ക് നിർബന്ധമാണ്. അവർക്ക് അവരുടെ മതേതര ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതേ സ്വാതന്ത്ര്യം തന്നെ മറ്റുള്ളവർക്കുമുണ്ട് എന്നത് ഉൾക്കൊള്ളാൻ ഈ മദ്രസ ബുദ്ധികൾക്ക് സാധിക്കുന്നുമില്ല. ഹിന്ദുക്കൾക്ക് അവരുടെ ആഘോഷങ്ങൾ പിൻപറ്റാം, ക്രിസ്ത്യാനികൾക്കും അതുപോലെ. ഇതിനെ നിങ്ങൾ പാകിസ്ഥാനും താലിബാനികളെ പോലെ ഒന്നും ആക്കാൻ ശ്രമിക്കല്ലേ. ഒരു ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ടാൽ നിങ്ങൾക്ക് പ്രശ്നം, കുട്ടികളൊന്ന് തിരുവാതിര കളിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം, ഓണത്തിനൊന്ന് ആടിയാൽ കുറ്റം, പാടിയാൽ കുറ്റം, സെറ്റ് സാരി ഉടുത്താൽ കുറ്റം, ക്രിസ്മസിനൊരു കേക്ക് വാങ്ങിയാൽ കുറ്റം, ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കൊടുത്താൽ കുറ്റം, ഒരു പുൽക്കൂടുണ്ടാക്കിയാൽ കുറ്റം. എന്താണ് ഇവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുക്കൾക്കൊന്നും പാടില്ല, ക്രിസ്ത്യാനികൾക്കും ഒന്നും പാടില്ല. ഞങ്ങളെല്ലാം ചെയ്യും, ഞങ്ങൾ എല്ലാവരുടെ മതത്തെയും വിമർശിക്കും, പക്ഷെ ഞങ്ങളുടെ മതത്തെ മാത്രം ആരും വിമർശിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ ഇവർ പിന്നാലെ കൊണ്ട് നടക്കുന്ന ഒരു അജണ്ട. എന്ത് ചെയ്യാൻ? മോദി ഭാരതമല്ലേ? നടക്കില്ലപ്പ, ഒന്നും ഉണ്ടായിട്ടല്ല, നടക്കില്ല. കുംഭമേളയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലം വഖഫാണ് എന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറയുന്നു. പ്രയാഗ്രാജ് നിവാസിയായ സർത്താജ് ഇങ്ങനെ അവകാശപ്പെട്ടതായി അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പത്രസമ്മേളനത്തിലൂടെയാണ് പറഞ്ഞത്. ഈ ഭൂമി ഏകദേശം 54 ഏക്കറാണെന്നും കുംഭമേളയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വഖഫ് ഭൂമിയിൽ ചെയ്തു വരുന്നുവെന്നും ഇതിനെ എതിർക്കാതെ മുസ്ലിങ്ങൾ വലിയ മനസ്സ് കാണിച്ചെന്നും മറുവശത്ത് അഖാര പരിഷത്തും മറ്റ് ബാബമാരും മുസ്ലിങ്ങളുടെ പ്രവേശനം നിരോധിക്കുകയാണെന്നും കുംഭമേള ഭൂമിയുടെ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള ഓവുചാലുകളും ടെന്റുകളും എല്ലാം വഖഫ് ഭൂമിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അത് മുസ്ലിങ്ങളുടേതാണ്. കരഞ്ച റോഡും മറ്റും മുസ്ലിം ഒരിക്കലും നിരസിച്ചിട്ടില്ല എന്നും മുസ്ലിമിന്റെ ഔദാര്യം നോക്കൂ എന്നും അദ്ദേഹം പറയുവാണ്. അതേസമയം അഖാര പരിഷത്ത് സ്റ്റാളുകൾ സ്ഥാപിക്കുന്നതിന് മുസ്ലിങ്ങളുടെ പ്രവേശനം വിലക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ ഇടുങ്ങിയ വീക്ഷണം ഉപേക്ഷിക്കണം. അഖാര പരിഷത്തും മറ്റു ബാബമാരും മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. അവരും മുസ്ലിങ്ങളെ പോലെ വലിയ മനസ്സ് കാണിക്കേണ്ടി വരുമെന്നും ബറേൽവി പറഞ്ഞു. കുംഭമേള ഭൂമി വഖഫ് വസ്തുവാണ് എന്ന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവിയുടെ പ്രസ്താവന വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. നേരത്തെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മുസ്ലിങ്ങൾ മതം മാറുമോ എന്ന് ഭയമുണ്ടെന്നാണ് ഈ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസ്താവിച്ചിരുന്നത്. ഇതേ വ്യക്തി തന്നെയാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ ഹിന്ദു മതത്തിലേക്ക് പോകാൻ, സനാതന ധർമ്മം സ്വീകരിക്കാൻ മുസ്ലിങ്ങളിൽ നിന്നും തയ്യാറായിരിക്കുന്നു. അത് ഇസ്ലാം മതത്തിന് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് കുംഭമേള നടത്തരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം രംഗത്ത് വന്നത്. ആദ്യം ഹറാമാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നടത്തിയാൽ അല്ലാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഒരുപാട് ഹിന്ദുക്കൾ ഘർവാപ്പസിയൊക്കെ ഉണ്ടാക്കും, ഒരുപാട് മുസ്ലിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുവാണ്, അതുകൊണ്ട് ആ പരിപാടി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ജമാഅത്ത് പ്രസിഡന്റായ മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരു നീണ്ട കത്തങ്ങട് എഴുതി. 47 കോടി രൂപ ചിലവഴിച്ച് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള മഹാകുംഭമേള നിർത്തലാക്കണം. കാരണം ഈ കുംഭമേളയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ ഇസ്ലാം എന്ന മതം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിലുള്ള എല്ലാവരും
ഹിന്ദുമതം സ്വീകരിക്കാൻ സന്നദ്ധരായി നിൽക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കുംഭമേള നടത്തിയാൽ ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വിഷമമുണ്ടാകുമെന്നാണ് ബറേൽവി പറഞ്ഞത്. 47 കോടി രൂപ ചെലവഴിച്ച് ഒരു മഹാകുംഭമേള നടത്തുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളാണ് അതിനകത്ത് ആഘോഷിക്കുന്നതിന് വേണ്ടി വരുന്നത്. ആ കുംഭമേളയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കടമാണ്. കടത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ്. പക്ഷേ കേരളത്തിലും ഒരു കുംഭമേള നടത്തിക്കൂടെ? കാരണം 1.5 ലക്ഷം കോടി രൂപയാണത്രേ UP ഗവൺമെൻറ് കുംഭമേളയിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഒരുപാട് വീഡിയോകളും വാർത്തകളും ഒക്കെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കുംഭമേള നടത്തിയാൽ പിണറായി വിജയന് ഇനി കടമെടുക്കേണ്ടുന്ന ഒരവസ്ഥ വരത്തില്ല എന്ന് വിചാരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സനാതന മേളയായ പ്രയാഗ്രാജ് കുംഭമേളയിലൂടെ UPയിൽ ഉണ്ടാകുന്നത് 1.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണത്രേ. വിനോദസഞ്ചാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനൊക്കെയുള്ള പ്രധാന മുന്നേറ്റമായിട്ടാണ് വരാനിരിക്കുന്ന മഹാകുംഭമേള മാറും എന്ന് സൂചന. 45,000-ഓളം പേർക്കാണ് മഹാകുംഭമേള വഴി തൊഴിൽ ലഭിക്കുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് ടൂറിസം, വ്യവസായം, വഴിയോര കച്ചവടം, ഗതാഗത സേവനങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് പ്രധാന വരുമാന സ്രോതസ്സായി മഹാകുംഭമേള മാറും. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലുകളിൽ ഒന്നാണ് മഹാകുംഭമേള. ഈ വർഷം വിദേശത്ത് നിന്നടക്കം 40 കോടി തീർത്ഥാടകർ കുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും മികച്ച ഏകോപിത മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിനായി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യോഗി സർക്കാർ. നൈപുണ്യ വികസനം, ടൂറിസം മാനേജ്മെന്റ്, പൊതുസേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമഗ്രമായ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം നൽകാൻ പ്രാദേശിക യുവജനങ്ങൾക്ക് പരിശീലന പരിപാടികളും ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 20,000-ലധികം തെരുവ് കച്ചവടക്കാർക്ക് ശുചിത്വം, ഉപഭോക്തൃ ഇടപെടൽ, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവയിൽ പരിശീലനം നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, താമസ സൗകര്യങ്ങൾ, പൊതു സൗകര്യങ്ങൾ, ഗതാഗത സേവനങ്ങൾ എന്നിവ നവീകരിക്കുന്നുമുണ്ട്. അതുവഴി 10,000-ലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്, ഒരുപാട് മുസ്ലിങ്ങൾ സനാതന ധർമ്മം സ്വീകരിക്കാൻ ഈ മഹാകുംഭമേളയിൽ തയ്യാറായി സജ്ജമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ആളുകളിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഈ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ സന്നദ്ധരാകും, തയ്യാറാകും. ആ ജനസാഗരത്തെ പിടിച്ചു നിർത്താൻ മുസ്ലിം പുരോഹിതർക്ക് സാധിക്കാതെ വരും. ഖുർആനിലും ഹദീസിലും ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങളിലും ഒന്നും ഇവർക്ക് വിശ്വസിക്കത്തക്ക രൂപത്തിൽ ഇവരെ പിടിച്ചു നിർത്താൻ ഒരു ഘടകവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ മറ്റേ മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. ഇൻകമിങ് നമുക്ക് ഓക്കെ, ഔട്ട് ഗോയിങ് പറ്റില്ല. അപ്പൊ ഇതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അടുത്ത തന്ത്രം എടുക്കണം. അതുകൊണ്ടാണ് കുംഭമേള നടക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ് എന്ന് ഉസ്താദ് അങ്ങ് പറഞ്ഞു വെച്ചു. മൈൻഡ് ചെയ്തില്ല ആരും. നന്ദി.